ഹലോ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. ഇപ്രായം പിന്നെ എൻ്റെ അമ്പലം വീഡിയോസ് നിങ്ങളെല്ലാവരും കാണാറുണ്ടല്ലോ. ഇപ്രാവശ്യം പോകുന്നത് ഒരു സ്പെഷ്യൽ കാര്യത്തിനാണ്, തുലാഭാരം കഴിപ്പിക്കാനാണ്. ഞങ്ങളല്ല, എൻ്റെ അമ്മ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഓരോ അമ്പലത്തിൽ ഓരോ നേർച്ചകൾ നേർന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഓരോന്നായിട്ട് ചെയ്തു പോരാണ്. തുലാഭാരം കഴിപ്പിക്കാനുള്ള ദ്രവ്യം നമ്മൾ കൊണ്ടുവരാം. അതായത് എന്തുദ്ദേശിച്ചിട്ടാണോ നമ്മൾ തുലാഭാരം കഴിപ്പിക്കാമെന്ന് നേർന്നിട്ടുള്ളത്, ആ സംഭവം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറുപഴമാണ് വിചാരിച്ചത്, നമ്മളല്ല അമ്മ. അപ്പം ഓരോരുത്തരുടെ വെയിറ്റിനനുസരിച്ചുള്ള ആ വെയിറ്റിനനുസരിച്ച് ഈക്വൽ ആയിട്ടുള്ള ചെറുപഴം നമ്മൾ ഇടമുട്ടെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവിടെ ഇറക്കി വെച്ചു. പിന്നെ തുലാഭാരത്തിൻ്റെ 2 തട്ട് അവിടുത്തെ കുറച്ച് ചേട്ടന്മാരൊക്കെ തൂക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എപ്പോഴും ചെയ്യിപ്പിക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് ആയതുകൊണ്ട് അത് ഊരി വയ്ക്കും, ആവശ്യമുള്ളപ്പോൾ അത് തൂക്കിയിടാറാണ് ചെയ്യുക. അപ്പം അമ്മ എന്ത് ചെയ്തു, 2 പേർക്കുള്ള മുണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞു മുണ്ടുകളൊക്കെ. 2 പേരും കൂട്ടാക്കൂല ഇത് എടുക്കാനായിട്ട്. നീലേട്ടനപ്പം ഹൈനൂസിനെ അല്ലൂട്ടനെയും മുണ്ട് പിടിപ്പിക്കുകയാണ്. അമ്മ ഒരുപാട് അമ്പലത്തിൽ ഇതേപോലെ വഴിപാട് നേർന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു സമയത്ത് ട്വിൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അമ്മയ്ക്കായിരുന്നു. അമ്മ എവിടേക്ക് എന്തൊക്കെ നേർന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ഓരോ അമ്പലത്തിൽ പോകുമ്പോൾ ഇത് ഞാൻ അമ്മയില്ലേ അവിടെ ആ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം അമ്മേനെ കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കത് ചെയ്തിട്ട് വരട്ടെ. പിന്നെ കൊടുങ്ങല്ലൂർ, ഗുരുവായൂരൊക്കെ 2 തൊട്ടിലൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്പലങ്ങളിലൊക്കെ ഒന്നും പറയണ്ട, എവിടെയൊക്കെ നേർന്നിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ആദ്യം തന്നെ നിഖിൽച്ചേട്ടനും അല്ലുകൂട്ടനും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊക്കെ ഒരു അമ്മാമ്മ പറഞ്ഞു, മോനെ നന്നായി പ്രാർത്ഥിക്ക്, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായാലേ നിന്റെ തട്ട് മുകളിലേക്ക് പൊന്തുള്ളൂ. അങ്ങനെ നന്നായി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഞാനും പറയണ കേട്ടിട്ടാണ് നമ്മുടെ അമ്മമ്മമാരൊക്കെ, ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടായാലേ, അനുഗ്രഹം ഉണ്ടായാലേ തുലാഭാരത്തിന് ഇരിക്കുമ്പോൾ നമ്മൾ തട്ട് പൊന്തുള്ളൂ, അല്ലെങ്കിൽ എന്തൊക്കെ വെച്ചിട്ടും കാര്യമില്ല, അത് നമ്മൾ പൊന്തൂലെന്നൊക്കെ. അറിയില്ല, അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. എന്തായാലും നമ്മൾ അമ്മയെ നന്നായി പ്രാർത്ഥിച്ചു, നമ്മൾ 2 തട്ട് പൊന്തി. അപ്പോൾ നല്ല മനസ്സിന്, അമ്മയുടെ മനസ്സിന് എന്തായാലും നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ടാകും. കുറേ നാളത്തെ ഒരു എന്താ പറയുക, ഒരു വഴിപാട് മനസ്സിലുണ്ടായിരുന്നത് അതങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ചുറ്റുമുള്ള എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾക്ക് അവിടെ തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ, ദോശയും ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.